ഈ ഒരു കാടമുട്ട ഫ്രൈ റെഡിയാക്കാനായിട്ട് 12 കാടമുട്ടയാണ് ഇപ്പോൾ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടില്ല. എപ്പോഴും കാടമുട്ടയുടെ തൊണ്ട് കളയുന്ന സമയത്ത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി കളയരുത്. കുറച്ച് സമയം നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഇതുപോലെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാ ചൂടോടുകൂടി തന്നെ തൊണ്ട് കളയുകയാണെങ്കിൽ മുട്ടയുടെ പകുതി ഭാഗം തൊണ്ടിൻ്റെ കൂടെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മുട്ടയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഒക്കെ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇത്തിരി മസാലയൊക്കെ പിടിക്കാൻ ഒരു ഇത്തിരി ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് ഒന്നങ്ങ് വരഞ്ഞു കൊടുക്കുക. ഒരുപാടൊന്നും വരേണ്ട, കാടമുട്ട ആയതുകൊണ്ട് തന്നെ മസാല അത്യാവശ്യം എത്തും. പിന്നെ മുട്ടയാകുമ്പോൾ ഉള്ളിലേക്ക് ഒരുപാട് മസാല എത്തുമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ചുവന്നുള്ളി ചെറുതായി മുറിച്ചത്, ചെറിയുള്ളി കൂടുതലൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ചെറിയുള്ളി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒരുപാട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഗ്യാസ് വളരെ ചെറിയ തീയിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഓഫ് ആക്കുക കേട്ടോ. കാരണം പൊടികൾ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാനേ പാടില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. ഒരു 12 മുട്ടയൊക്കെ എടുക്കുമ്പോൾ ഇത്ര തന്നെ മുളക് പൊടിയൊക്കെ മതിയാവട്ടെ. കാരണം ഒരുപാട് മുളക് പൊടി ആയി കഴിഞ്ഞാൽ എണ്ണയിൽ കിടന്ന് കരിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത്ര മസാലപ്പൊടികളെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇത് തന്നെ ആ മുട്ടയിലേക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് പൊടി കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഇപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാലും തീ കൂട്ടി വെക്കണ്ട, കാരണം പൊടികൾ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡിയായി കിട്ടും. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മുട്ട ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി. പക്ഷേ വെളിച്ചെണ്ണയിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ മണമൊക്കെ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തുള്ളി ഉപ്പിടേണ്ട കാര്യം മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഒരു 2 നുള്ളി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അത് മറക്കരുതേ. ഇപ്പോൾ മുട്ടയൊക്കെ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ആ ഒരു ഉള്ളി കറിവേപ്പില ഒന്നും വേണമെന്നില്ല, അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മുട്ട മാത്രം നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ശരിക്കും നമ്മൾ ചുരത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലായിരിക്കും അവർ മുട്ട എടുത്ത് തരുന്നത്. എന്നിട്ടൊരു 2-3 ടൂത്ത് പിക്ക് കൂടെ അതിൽ വെച്ച് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാടമുട്ട ഫ്രൈ ആണിത്. ശരിക്കും നമ്മൾ സ്നാക്കായിട്ട് ചായയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നല്ല കട്ടൻ കാപ്പിയുടെ ഒക്കെ കൂടെയാണ് നമ്മൾ ചുരത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കിട്ടുന്നത്. വയനാടൻ ചുരത്തിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത്, വേറെ സ്ഥലങ്ങളിലും ഉണ്ടാവുമായിരിക്കും കേട്ടോ, അവിടെ മാത്രമല്ല. അപ്പോൾ ശരിക്കും ആ ഒരു തണുപ്പിലൊക്കെ പോകുന്ന സമയത്ത് നല്ല കട്ടൻ കാപ്പിയും ഇതുമായിട്ട് കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എരിവ് കുറച്ച് ചെയ്താൽ മതി. ഈ ഒരു ഫ്രൈ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോണ് പുഴുങ്ങിയെടുത്തിട്ട് ചെറിയൊരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, ടൂത്ത് പിക്കിൽ വെച്ചിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്